നിങ്ങളുടെ മകൻ വിനീത് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ട് പാടി. അപ്പോൾ പാട്ടുകാരുടെ പേര് വെക്കുന്ന കൂട്ടത്തിൽ വിനീത് എന്ന് മാത്രം വെക്കുന്നതിന് പകരം ആ പേരിൻ്റെ കൂടെ ശ്രീനിവാസനും കൂടി നിങ്ങൾ ചേർത്തിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ എന്നാണ് ഞാൻ പേര് കണ്ടത്. അത് മകൻ പാട്ടുപാടി പേരെടുത്തു കഴിഞ്ഞാൽ ആ പ്രശസ്തിയുടെ കൂടെ തൻ്റെ പേരും കൂടി കൂടുതൽ പ്രശസ്തമാവാൻ ഉള്ളൊരു ചാൻസ് എന്നുള്ള രീതിയിലാണോ അവൻ്റെ പേരിൻ്റെ കൂടെ ഇതും കൂടി ചേർത്ത് വെച്ചത്? പറയും. അതായത് ഞാൻ യഥാർത്ഥത്തിൽ അവനോട് ഈ പാട്ട് പാടുന്ന സമയത്ത് ടൈറ്റിൽ കാർഡിലൊക്കെ വിനീത് എന്ന് മാത്രം വെച്ചാൽ മതി എന്ന് ആയിരുന്നു. നിങ്ങൾ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചാണ് സംഭവം. അവന് പെട്ടെന്ന് പ്രശസ്തനാകാൻ വേണ്ടി എൻ്റെ പേര് ഉപയോഗിച്ചിരിക്കുക. അത് മനസ്സിലായില്ലേ? അതാണ് സംഗതി. നിങ്ങൾക്ക് 2 മക്കളാണല്ലോ ഉള്ളത്. ഒരുത്തനിപ്പോൾ സിനിമയിൽ പാട്ട് പാടി, മറ്റവൻ സിനിമയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? സംവിധാനമാണോ, തിരക്കഥ എഴുത്താണോ, അല്ല അഭിനയമാണോ? അങ്ങനെ എല്ലാവരെയും ഒന്നിച്ച് സിനിമയിൽ കൊണ്ടുവരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, അല്ലേ? അതൊക്കെ ഇപ്പം ഞാൻ ആരെയും ഒന്നും ആക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ അവരാവോ ആവാതിരിക്കുമോ എന്ത് വേണം ചെയ്യട്ടെ. കാരണം ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം അവരെ അടിച്ചേൽപ്പിച്ച് അവരെന്തെങ്കിലും ആക്കാൻ എന്ന് പറയുന്നതിൻ്റെ അത് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തീരുമാനിച്ചത് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ താല്പര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. അതുപോലെ അവർ ഓരോ കാര്യം ചെയ്യുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. ഞാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കുക, അവരെ അങ്ങനെ നിർദ്ദേശങ്ങൾ വെക്കുമ്പോഴാണ് വഴിതെറ്റി പോവുക. നമ്മളെ പിടിച്ച് നിർബന്ധിച്ചിട്ട് ഇപ്പം നമ്മുടെ ഒരു അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് കാര്യം മനസ്സിലാവാൻ, ലോകം മനസ്സിലാവാൻ, ആളുകളെ മനസ്സിലാവാൻ കുറച്ച് പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. വിദ്യാഭ്യാസം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കവിഞ്ഞ് മറ്റവനെ ഞാൻ പാട്ടുകാരനാക്കാനും പോകുന്നില്ല, മറ്റവനെ ഞാൻ സംവിധാനത്തിനോ തിരക്കഥയ്ക്കോ അഭിനയത്തിനോ പ്രേരിപ്പിക്കാനും പോകുന്നില്ല. ഓരോ കാലഘട്ടത്തിൽ പിന്നെ ഞാൻ വിചാരിച്ച ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഞാൻ ഏതെങ്കിലും എൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് എൻ്റെ മകനെ അഭിനയിപ്പിക്കൂ, എൻ്റെ മകനെ പാടിക്കൂ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ അതിന് റെഡിയായിട്ട് നിൽക്കുന്നതാണോ? ഞാനെന്താ ഇവിടെ ഞാൻ ആജ്ഞ ചെയ്താൽ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ അങ്ങനെ ഒച്ചാനിച്ച് നിൽക്കുന്ന ആൾക്കാരാണോ മലയാള സിനിമയിൽ മുഴുവനുള്ളത്? ഇതൊന്നും നടക്കില്ല. മാത്രമല്ല, ഞാൻ പണം മുടക്കി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അവർക്ക് ചാൻസ് ഒന്നും കൊടുക്കില്ലേ? കാരണം എൻ്റെ പൈസ തിരിച്ചു വിട്ടില്ലായിരിക്കും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ മമ്മൂട്ടിനെയോ മോഹൻലാലിനെയോ ദിലീപിനെയോ ഒക്കെ വെച്ചിട്ടായിരിക്കും എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ പിന്നെ സിനിമ എടുക്കാനിപ്പോൾ അതിൻ്റെ അടുത്ത് പൈസ ഇല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് ബേജാറുമില്ല.